അശാസ്ത്രീയ വാർഡ് വിഭജനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് ബിജെപി. തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ വി രാജേഷ് നയിക്കുന്ന വാഹന പ്രചാരണ ജാഥ വിജയകരമായി തുടരുന്നു. നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നാണ് ബിജെപി വ്യക്തമാക്കുന്നതും. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ ചില സ്ഥാപിത താല്പര്യങ്ങളാണ് CPM-ൽ ഈ വിഷയത്തിലുള്ളത്. അതുകൊണ്ടാണ് ഈ വാർഡ് വിഭജനം ഈ വിധം നടപ്പിലാക്കുന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കാനുള്ള വ്യഗ്രത എന്നാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. ഇനി അതിൽ പ്രതിഷേധം എന്തൊക്കെ, ഉയർത്തുന്ന ആരോപണങ്ങൾ എന്തൊക്കെ? അധികമായി ഒരു വാർഡ് കൂട്ടിച്ചേർക്കുന്നതിന്റെ ഭാഗമായി എല്ലാ വാർഡുകളെയും മുറിക്കുന്ന ഒരു സമീപനമാണ് ഈ CPM സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, പിണറായി സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെയാണ് BJP-യുടെ പ്രതിഷേധം. BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പ്രതിഷേധ പരിപാടികൾ നേരത്തെ നടത്തിയിരുന്നു. അതുകൂടി കഴിഞ്ഞ് ഒരു പടി കൂടി മുന്നോട്ട് കടന്നുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ BJP-യുടെ ഭാഗത്തുണ്ടാകുന്നത്. അതായത് BJP പ്രധാനമായും ആരോപിക്കുന്നത് ഇത് ഈ തിരുവനന്തപുരം നഗരസഭയുടെ കീഴിൽ വരുന്ന പല വാർഡുകളിലും BJP-ക്ക് പ്രാതിനിധ്യം കൂടിയതാണ്. BJP-ക്ക് പ്രാതിനിധ്യം കൂടിയ പല വാർഡുകളും നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർഡുകളെ വെട്ടിമുറിച്ചുകൊണ്ട് BJP-യുടെ പ്രാതിനിധ്യം കുറയ്ക്കുക, അതുമാത്രമല്ല CPM ഈ വാർഡുകളെല്ലാം വെട്ടിമുറിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയം കളിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ BJP പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ ഈ കൗൺസിൽ മീറ്റിംഗിലടക്കം യോഗത്തിലടക്കം വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വിവിധ മേഖലകളിൽ, വാർഡിന്റെ വിവിധ മേഖലകളിലും ജില്ലയിലെ പല സ്ഥലങ്ങളിലും അടക്കം ഈ ജനങ്ങളെ കാര്യങ്ങൾ ബോധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ BJP-യുടെ പ്രതിഷേധ വാഹന പ്രചരണ ജാഥ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത്. ഡീലിമിറ്റേഷൻ സെന്റർ തിരുവനന്തപുരത്തെ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഓഫീസിന് മുമ്പിൽ നിന്നാണ് വാഹന പ്രചരണ ജാഥ കഴിഞ്ഞ ദിവസം കടന്നുപോയത്. അവിടെ നിന്നായിരുന്നു ഉദ്ഘാടനം നടന്നത്. അതിനുശേഷം നിരവധി സ്ഥലങ്ങൾ ഈ യാത്ര സഞ്ചരിക്കുകയും കാര്യങ്ങൾ ജനങ്ങളെ ബോധിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഇതിൽ പ്രധാനമായും പറയുന്നത് ഈ ഇത്തരത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ വാർഡ് മുറിച്ചു മാറ്റുന്നതോടെ TC നമ്പർ അടക്കമുള്ളവ മാറേണ്ടി വരും, ആധാർ കാർഡിലടക്കം മാറ്റങ്ങൾ വരേണ്ടി വരും. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഈ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകും. പാസ്പോർട്ടിലടക്കം മാറ്റങ്ങൾ വരുത്തേണ്ട സാഹചര്യം ഉണ്ടാകും. ഇതെല്ലാം ജനങ്ങൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നിലയിലേക്കായിരിക്കും എത്തിച്ചേരുന്നത്. ഇതിൽ അശാസ്ത്രീയമായ രീതിയിൽ ഒരു ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് ചെന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ കർശനമായ നടപടി, അതായത് ഈ നിലവിൽ നിൽക്കുന്ന രീതിയിൽ നിന്നും പിന്മാറിക്കൊണ്ട് ഇതിനെ സുഗമമായി നടത്തുവാനുള്ള ഒരു സമീപനം ഉണ്ടായിരിക്കണം എന്നും പറയുന്നു. അത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ CPM അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണി അടക്കമുള്ളവ ഈ വാർഡ് വിഭജനവുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് BJP ആരോപിക്കുന്നത്. മാത്രമല്ല ഈ തെറ്റായ രീതിയിലുള്ള വിവരങ്ങൾ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലെയും പല വാർഡുകളിലെയും ജനസംഖ്യയുടെ ആനുപാതികം തന്നെ തെറ്റായി രേഖപ്പെടുത്തിക്കൊണ്ട് ആണ് ഇപ്പോൾ CPM-ന്റെ ഭാഗത്ത് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് BJP ആരോപിക്കുന്നത്. എന്തായാലും ശക്തമായ രീതിയിൽ പ്രതിഷേധം നടത്തുകയാണ്. ഇന്നും വിവിധ മണ്ഡലത്തിൽ ഇന്നത്തെ പ്രതിഷേധം ആരംഭിക്കുന്നത് കഴക്കൂട്ടത്ത് നിന്നാണ്. കഴക്കൂട്ടത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധം വിവിധ സ്ഥലങ്ങളിൽ ചേങ്കോട്ടുകുളം അതുപോലെ തന്നെ ശ്രീകാര്യം, മംഗലപുരം അടക്കം ഈ ജാഥ സഞ്ചരിക്കും. അതോടൊപ്പം തന്നെ ഉള്ളൂർ, അതുപോലെ മെഡിക്കൽ കോളേജിന്റെ ഭാഗം, അതോടൊപ്പം കുമാരപുരം ഏരിയ ആ ഭാഗങ്ങളിലെല്ലാം ഇന്ന് ഈ വാഹന പ്രചരണ ജാഥ കടന്നു പോവുകയും ചെയ്യും. വാഹന പ്രചരണ ജാഥ കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ജനങ്ങളെ ഈ വിവരങ്ങൾ, അതായത് ഈ നിലവിലെ ഈ തെറ്റായ വിവരങ്ങൾ ബോധിപ്പിക്കും. മാത്രമല്ല ഇതുകൊണ്ട് ഈ അശാസ്ത്രീയമായ രീതിയിലുള്ള വാർഡ് വിഭജനം കൊണ്ടുണ്ടാകുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അടക്കം ബോധിപ്പിക്കും. അതോടൊപ്പം തന്നെ പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്യുമെന്നാണ് BJP പറയുന്നത്. BJP-യുടെ ജില്ലാ അധ്യക്ഷൻ വി രാജേഷിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ വാഹന പ്രചരണ ജാഥ കടന്നു പോകുന്നത്. അനു. ശരി പ്രശാന്ത്.